ഹായ് ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് പാലക്കാടൻ സ്റ്റൈൽ മത്തിപ്പുളിയാണേ. അതിനായിട്ടൊരു പാന് ചൂടാക്കി ആവശ്യത്തിന് കടുകിട്ട് പൊട്ടിച്ച് കൊടുക്കാം. അതൊന്ന് കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതായിട്ട് ചേർക്കുന്നത് ചെറിയുള്ളിയാണ്. ഇവിടെ ഞാനൊരു 10 ചെറിയുള്ളിയാണ് എടുത്തിരിക്കുന്നത്. ഒരു സവാള എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ചെറിയൊരു പീസ് ഇഞ്ചി 4 വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കാം. എല്ലാം ഒന്ന് വഴണ്ട് വന്നതിന് ശേഷം നമുക്ക് തക്കാളി കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. അടുത്തായിട്ട് നമുക്ക് 2 പച്ചമുളകും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. എല്ലാം ഒന്ന് വഴണ്ട് വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി 1/2 സ്പൂണ്, മുളക് പൊടി 1/2 സ്പൂണ്, ഈ പൊടി 2 സ്പൂണ്, ഉപ്പ് ആവശ്യത്തിന്. ഇതും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. അടി കരിഞ്ഞു പോവാതെ നോക്കണേ. ശേഷം നമുക്ക് ഇതിലേക്ക് വേണ്ടത് പുളിയാണ്. ഞാനിവിടെ ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളി 1 കപ്പ് വെള്ളത്തിലിട്ട് സോക്ക് ചെയ്താണ് ഒഴിച്ചു കൊടുക്കുന്നത്. പുളിയും കൂടെ ചേർത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് മെയിൻ ഐറ്റമായിട്ട് നമ്മുടെ മീനാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്ന 1/2 കിലോ മീൻ കഴുകി വൃത്തിയാക്കിയിട്ടതാണ്. മീനിട്ടതിന് ശേഷം അധികം തിളക്കരുത് കേട്ടോ. 2 മിനിറ്റ് തിളച്ചാൽ തന്നെ മീൻ വെന്ത് കിട്ടിക്കോളും. നമ്മുടെ ഫൈനൽ പാർട്ടായിട്ടുള്ള തേങ്ങ കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ ഒരു മൂടി തേങ്ങ ചെറിയ ജീരകം ചേർത്ത് അരച്ചെടുത്തതാണ്. അപ്പോൾ അതും കൂടെ ചേർത്ത് 2 മിനിറ്റ് തിളപ്പിച്ചെടുത്ത് നമ്മുടെ മീൻ കറി റെഡി ആയിട്ടുണ്ട്. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യൂ.